ജീവനക്കാർക്കുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശികയെക്കുറിച്ച് യാതൊന്നും പറയാൻ സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തയ്യാറാവുന്നില്ലെന്ന് VT ബൽറാം. KPSTA നയിക്കുന്ന വിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു VT ബൽറാം. KPSTA സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് K. അബ്ദുൾ മജീദ്, സംസ്ഥാന സെക്രട്ടറി PK അരവിന്ദൻ, ട്രഷറർ വട്ടപ്പാറ അനിൽ എന്നിവരാണ് വിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. സ്വാഗത സംഘം ചെയർമാൻ ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ അധ്യക്ഷത വഹിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ഘടകമുള്ള സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക നിലവിൽ തന്നെ ലഭിക്കേണ്ട DAയുടെ കുടിശ്ശിക എത്ര ശതമാനം? 17% അല്ലേ? അത് കുടിശ്ശികയായിട്ട് നിൽക്കുക. അതിനെക്കുറിച്ച് ഗവൺമെന്റിന് മിണ്ടാട്ടമില്ല. പുതിയ DA ചില ഗഡുക്കൾ പ്രഖ്യാപിക്കുമ്പോൾ ഇതുവരെയുള്ള കുടിശ്ശിക എന്താണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു തരത്തിലും മിണ്ടാൻ ഗവൺമെന്റും അതുമായി ബന്ധപ്പെട്ട ആളുകളും തയ്യാറാകുന്നില്ല. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. സുനിൽകുമാർ, സംസ്ഥാന സെക്രട്ടറിമാരായ P. മനോജ്, ജോൺ പോസ്കോ, KPSTA ജില്ലാ പ്രസിഡന്റ് ഷാജി തെക്കേതിൽ, വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് MP സതീഷ്, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ, കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M. രാധാകൃഷ്ണൻ, ഒറ്റപ്പാലം നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ P. മായ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ S. നസീർ ഹുസൈൻ, PK ഹരിനാരായണൻ, K. ശ്രീജേഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി നാലകത്ത്, P. പ്രേമദാസ്, K. ശിവപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ഇഷ്ടംപോലെ കുടിക്കാൻ ജാഗ, സർക്കാർ ഒപ്പമുണ്ട്. കുടിയന്മാർക്ക് ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട്. സർക്കാരെ നമ്മളെ ഒപ്പം. കള്ളു മാത്രമല്ലടോ, കഞ്ചാവും ലഹരി മരുന്നും ഒക്കെ സുലഭമാണ്ടോ. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫി വിലസുന്നു. സർക്കാർ വിലാസം കർമ്മപദ്ധതി. അല്ല, നമ്മുടെ മാഷല്ലേ വരുന്നത്. ബോണസ് ഒന്നും കിട്ടിയില്ലേ? ഇപ്പം ബോണസ് മാഷുമാർക്കല്ല, ബിവറേജസ് ജീവനക്കാർക്കാ. എത്രന്ന് അറിയാമോ? 1,02,500 രൂപ. ഇല്ല, ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ല. പരിശോധിക്കട്ടെ, എന്നിട്ട് പറയാം. അല്ല, ഈ പരിശോധിക്കുന്ന ഡോക്ടർ അദ്ദേഹം വളരെ ജെന്യൂനായിട്ടുള്ള ഡോക്ടറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഞാൻ പരിശോധിച്ചിട്ട് പറയാം. അല്ല, ഈ ഉപകരണം കാണാതാക്കിയ ഡോക്ടറാണോ? ഉപകരണം അവിടെ തന്നെ ഉണ്ടായിരുന്നു, മാറ്റി വെച്ചതാ. ഏതായാലും പരിശോധിച്ചിട്ട് പറയാം. പരിശോധിച്ചാട്ടെ, നല്ലവണ്ണം പരിശോധിച്ചാട്ടെ. നാളെ മാറ്റി പറയേണ്ടതല്ലേ? ഒരു അപകടം നടന്നാൽ ആളെ രക്ഷിക്കാതെ മുഖം മിനുക്കാൻ ശ്രമിക്കുകയല്ലയോ? സത്യം പറയുന്നവരുടെ നാവടപ്പിക്കുന്ന നവീന സ്റ്റൈലില് ദിവ്യ ബുദ്ധിക്കാരാ. മാറണം. കേരളത്തിൽ ഈ ഭരണം മാറണം. കേരളത്തിൽ ഈ ഭരണം മാറണം. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.